ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. മാജിക് മഷ്റൂംസിൻ്റെ HSC സേഫ്റ്റി സ്റ്റഡീസിൻ്റെ പാർട്ട് നമ്പർ 11ലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ബിൽഡിംഗ് സേഫ്റ്റിയാണ്. ജനറൽ ബിൽഡിംഗ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സൈറ്റിൽ ഇപ്പം നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ, ഹൈഡ്രോ കാർബൺ ഫീൽഡിലായാലും കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻഡസ്ട്രിയൽ ഫീൽഡുകളിലാണെങ്കിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 4 തരം ബിൽഡിങ്ങും അല്ലെങ്കിൽ ഏതൊക്കെ തരം ബിൽഡിംഗ് ആണ് ജനറലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്, നമ്മൾ സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് പറയും, ആർക്ക് വെൽഡിംഗ് എന്നൊക്കെ പറയുന്ന ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. അതല്ല എന്ന് രണ്ടാമതായിട്ടുള്ളത് നമ്മൾ ഗ്യാസ് വെൽഡിംഗ് എന്ന് സാധാരണ ഭാഷയിൽ പറയുന്ന ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്. അതല്ലാതെ മൂന്നാമത് പിന്നെന്നുള്ളത് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്, ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നൊന്ന് ഇപ്പോൾ ജനറലായിട്ട് അത് മിഗ് വെൽഡിംഗ്, അത് നമ്മൾ മെറ്റൽ ഇനർട്ട് ഗ്യാസിന്റെ അത്. അപ്പോൾ പ്രധാനമായിട്ട് ജനറലായിട്ട് ഈ 4 വെൽഡിംഗ് ആണ് സൈറ്റ് ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 2 അതിലധികമോ മെറ്റൽസിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഹീറ്റ്, അതല്ലെങ്കിൽ ഹൈ പ്രഷർ, എക്സ്ട്രീം ഹീറ്റ് അല്ലെങ്കിൽ ഹൈ പ്രഷർ കൊണ്ട് മെറ്റൽസിനെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വെൽഡിംഗ് എന്ന് പറയാം. യൂസിങ് ഓഫ് 2 or more metals into one part of a structure by using high pressure or high heat. That's all. അപ്പോൾ ഇതിനകത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഹസാർഡ്സ് പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഇലക്ട്രിക്കൽ വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവ ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള ഇലക്ട്രിക് ഷോക്ക് ഒരു ഹസാർഡാണ്, കംപ്രസ്ഡ് ഗ്യാസ് ഒരു ഹസാർഡാണ്, പിന്നീട് ഹീറ്റ്, സ്മോക്ക്, ലൈറ്റ്, ഇത് 3 ഹസാർഡാണ്. പിന്നെ സ്ലിപ്പ്, ഫാൾ, ഇത് ഹസാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് ഫ്രം ബേൺ ടു അപ് ടു ഫെറ്റാലിറ്റി വരെ ആകാം. എനിക്ക് വെൽഡിംഗെ സംബന്ധിച്ച് ഫ്യൂംസ്, ലൈറ്റ്, സ്മോക്ക്, എക്സസീവ് ഹീറ്റ്, ഇത് സംബന്ധിച്ചുണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ. ഇപ്പോൾ സ്മോക്ക് ആണെങ്കിൽ തന്നെ ഗാൽവനൈസ്ഡ് സിങ്കിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെയിന്റഡ് സർഫേസിൽ വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന സ്മോക്ക് എന്ന് പറയുന്നത് ആസ്ഫിക്സിയേഷൻ തൊട്ട് ശ്വാസതടസ്സം തൊട്ട് പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ വരെ സാധ്യതയുള്ളതും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന മോൾട്ടൺ മെറ്റൽ, സ്ലാഗ്സ്, സ്പാർക്ക്, ഫ്ലൈയിങ് സ്പാർക്കിൾസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഫ്രം നേക്കഡ് ഫയർ ടു മേ ബി സം എക്സ്പ്ലോഷൻസ്, ഹെവി എക്സ്പ്ലോഷൻസ് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വർക്ക് നേച്ചറിന്റെ പ്രത്യേകത പോലിരിക്കുമ്പോൾ ലൈഫ് ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്താണെങ്കിൽ അത്രത്തോളം ഹൈലി റിസ്ക്കുമാണ്. അപ്പോൾ നമുക്ക് ഇതിന് എല്ലാത്തിനും കൂടെ വേണ്ട ജനറലായിട്ടുള്ള സേഫ്റ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ജനറൽ സേഫ്റ്റിയിൽ മറ്റ് ഏതൊരു വർക്കും പോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വേണ്ടത് പെർമിറ്റും അതിന്റെ ഡോക്യുമെന്റ്സും. പെർമിറ്റ്, പിന്നെ വർക്ക് ലൊക്കേഷൻ സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ്, ഇപ്പോൾ വർക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഡീപ്പ് എക്സ്കവേഷനിൽ. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ പെർമിറ്റിനോടൊപ്പം ഉള്ള ഹോട്ട് വർക്കിനോടൊപ്പം ഉള്ള ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വർക്ക് ഹൈറ്റ് സർട്ടിഫിക്കറ്റോ ലിഫ്റ്റിംഗ് സർട്ടിഫിക്കറ്റോ, അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് വേണം. അതും ചെക്ക് ചെയ്യണം. മൂന്നാമത് ഹസാർഡ്സ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഹൈറാർക്ക് ഫോം ചെക്ക് ചെയ്യണം. 4ാമത് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം. 5ാമത് TBTയിൽ സബ്ജക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ച ചെയ്തെന്നും ആരൊക്കെ അറ്റൻഡീസ് ഉണ്ടായിരുന്നെന്നും അവരെല്ലാം സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതാണ് പെർമിറ്റിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2ാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വെൽഡേഴ്സും, നമ്മുടെ സൈറ്റിലുള്ള മൊത്തം വെൽഡേഴ്സും ആതറൈസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ആതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ചില ഫീൽഡിൽ ക്ലയന്റ് തന്നെ ആതറൈസേഷൻ നൽകുന്നുണ്ട്, പക്ഷേ ഒട്ടുമിക്ക ഫീൽഡിലും തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ വെൽഡേഴ്സിന് ആവശ്യമുണ്ട്. അത്രയും എഫിഷ്യന്റ് ആണെന്നുള്ള വെൽഡർ ആണെന്നുള്ളത്. അതിപ്പോൾ ആസ് പെർ ദി പ്ലാൻ പോളിസി, HSC പോളിസി ഓഫ് ദി ക്ലയന്റ്, തേർഡ് പാർട്ടി സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽഡർ ആയിരിക്കണം. മൂന്നാമതായിട്ട് വർക്ക് അറ്റ്മോസ്ഫിയർ ആണ്. ഒരു നീറ്റ് ആൻഡ് ടൈഡി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. എപ്പോഴും ഫയർ ചാൻസസ് ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഫ്ലെയിമബിൾ കൺജസ്റ്റബിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിരിക്കണം. ഇനി മാറ്റാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോപ്പർലി കവേർഡ് ആയിരിക്കണം, ഫയർ ബ്ലാങ്കറ്റ് വെച്ച്. നീറ്റ് വർക്കിംഗ് ലൊക്കേഷൻ ആയിരിക്കണം. അതിനാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗസ് കീപ്പിംഗ് ഒക്കെ ആയിരിക്കണം എന്ന് മൊത്തത്തിൽ പറയാം. 4ാമത് പ്രോപ്പർ ചെക്കിംഗ് ഓഫ് വെൽഡിംഗ് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സിൽ വെൽഡിംഗ് മെഷീൻ അടക്കം, വെൽഡിംഗ് കേബിൾസ്, മറ്റു കാര്യങ്ങൾ, റാഡ്, എല്ലാം നമുക്ക് കളർ കോഡഡ് ആയിരിക്കണം. നമുക്ക് ഓതറൈസ്ഡ് പേഴ്സന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള, കളർ കോഡുള്ള, സീരിയൽ നമ്പറുള്ള വസ്തുവായിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി ഉള്ള ഇൻസ്പെക്ഷൻ അതിന് ആവശ്യമുണ്ട്. അതിപ്പോൾ ഡെയിലി ഓടിച്ചുള്ള ഒരു ഇൻസ്പെക്ഷനായിട്ട് തന്നെ നോക്കാം.
പിന്നീട് നാലാമത് വേണ്ടത് പ്രോപ്പർലി ഗ്രൗണ്ടഡ് ആയിരിക്കണം മെഷീൻസ്. ഇപ്പൊ വെൽഡിംഗ് മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം കറക്റ്റായിട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കണം. അത് നിർബന്ധമായിട്ട് നമ്മൾ നോക്കാനുള്ളത് ഗ്രൗണ്ടിങ് ഉണ്ടോ എന്നുള്ളത്. കാര്യം ഇലക്ട്രിക് ഷോക്കിന് വളരെ വലിയൊരു പരിധി വരെ തടഞ്ഞു നിർത്താവുന്ന ഒരു സംഭവമാണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വെൽഡിംഗ് മെഷീൻസ് ഗ്രൗണ്ടഡ് ആയിരിക്കണം. അടുത്ത പോയിന്റായിട്ട് വെൽഡിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മളിപ്പോൾ വെൽഡ് ചെയ്യുന്ന സ്ട്രക്ചർ അതും എർത്തിങ് കണക്ഷൻ നൽകാറുണ്ട്. അപ്പോൾ അതിനും എർത്തിങ് നൽകിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണം. നാലാമത് വെൽഡ് ചെയ്യുന്ന സ്പോട്ട്, ആ ലൈറ്റ് മറ്റുള്ളവർക്ക് കൺജക്റ്റിവൈറ്റീസ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ആർക്കൈ എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകും. കണ്ണിന് ചൊറിച്ചില്, രാത്രി കിടക്കാൻ പറ്റാത്ത അവസ്ഥ, കണ്ണിന് പോകച്ചില്, അപ്പൊ അത് പിറ്റേന്ന് ജോലിക്ക് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നയിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുന്ന ഭാഗം ഷീൽഡഡ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു കവറിങ് ഉണ്ട്, 3 ഭാഗം കവറിങ് ഉള്ളത്, അത് വെച്ചിട്ടായിരിക്കണം. ഈ മാക്സിമം ഈ ലൈറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റു പണിക്കാർക്ക് GBTയിൽ പറഞ്ഞിരിക്കണം ഈ വെൽഡിംഗ് ലൈറ്റിലോട്ട് നോക്കരുത്. കാര്യം എന്ന് പറയാൻ ഇപ്പൊ നമ്മുടെ ഒരു സൈറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ 15, 20, 25 വെൽഡേഴ്സ് ആയിരിക്കും ഒരുമിച്ച് ഒന്ന് വെൽഡ് ചെയ്യുന്നത്. വലിയ പൈപ്പ് ലൈനൊക്കെയാണ് അപ്പുറം നിന്നാണ് അപ്പ് ആൻഡ് ഡൗൺ അടിച്ചു വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള കവറിങ്, മാക്സിമം കവറിങ് നമ്മൾ കൊടുക്കണം. അടുത്തത് നല്ലൊരു ഫയർ വാച്ച്, ഒരു ഡെസിഗ്നേറ്റഡ് ഫയർ വാച്ച് വേണം. അയാൾ അതിനുവേണ്ടി തന്നെ കമ്പനി സെലക്ട് ചെയ്ത ഒരാളായിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഫയർ വാച്ച് കോഴ്സുകൾ ചെയ്ത ആളായിരിക്കണം. അപ്പം പുള്ളി ആ ഏരിയ മുഴുവൻ സീൽ ചെയ്യാനുള്ളതും മറ്റുമൊക്കെ നോക്കുകയും ഓരോ സ്പോട്ടിലും, ഓരോ വർക്കിംഗ് സ്പോട്ടിലും, ഓരോ വെൽഡറുടെ അടുത്ത് കയ്യകലത്തിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഇൻസ്പെക്റ്റഡ് ആയിട്ട് ചെക്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടോ എന്ന് നോക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ കറക്റ്റ് പ്രഷർ ഉണ്ടോ എന്ന് നോക്കണം. നോസിലും ഹോസും ഒക്കെ കറക്റ്റാണോ, പിന്നെ കറക്റ്റാണോ, ഇതെല്ലാം നോക്കണം. അപ്പോൾ അതിന് നല്ലൊരു ഫയർ വാച്ച് തന്നെ വേണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ കൃത്യമായിട്ട് ഉണ്ടാകണം. പിന്നീട് വെൽഡിംഗ് PPEs, ജനറൽ PPEസിന്റെ കൂടെ തന്നെ വെൽഡിംഗ് PPEs മിക്കവാറും ഒക്കെ ഡബിൾ പ്രൊട്ടക്ഷൻ ഫേസ് ഷീൽഡ് വേണം. ഇപ്പോൾ അരയ്ക്ക് മുകളിലാണ് വർക്കെങ്കിൽ ഇപ്പോൾ 2 വെൽഡിംഗ് ആയിട്ട് വേണം കൂട്ടിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ. പിന്നീട് ഏപ്രൺ, ലെതർ ഏപ്രൺ വേണം, ലെതർ ഗ്ലൗസ്, ലെതർ തൈ പാഡുകൾ, ലെതർ സേഫ്റ്റി ഷൂ കവറിങ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ വെൽഡിങ്ങിന് വേണ്ടിയുള്ള സ്പെഷ്യൽ PPEസും പക്ക ആയിട്ടുള്ളതായിരിക്കണം. അതിനോടൊപ്പം ജനറൽ PPEs നല്ല നീറ്റ് കണ്ടീഷനും വളരെ ലൂസ് അല്ലാത്തതുമായിട്ടുള്ള ആയിരിക്കണം. ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ സമയം നോക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം കുറയ്ക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ വളരെ നീണ്ടു പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. സേഫ്റ്റി സബ്ജക്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു മൈന്യൂട്ട് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സംസാരിച്ചിരുമ്പോൾ അതിനെക്കുറിച്ച് കാര്യം നമ്മൾ സ്റ്റുഡൻസുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ജനറൽ കാറ്റഗറി ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, എനിഹൗ ഞാൻ മാക്സിമം കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എവിടം വരെ പറഞ്ഞു നിർത്തി ജനറൽ PPEസും വെൽഡിങ്ങിന്റെ സ്പെഷ്യൽ PPEs. പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഷാർപ്പ് മോണിറ്ററിംഗ് ആണ്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. അതിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർവൈസർ വേണം. അതിനോടൊപ്പം നമുക്ക് ഈ UP, ബീഹാറിൽ നിന്നൊക്കെ ഫോർമാന്മാരെ നടത്തും. എക്സ്റേ ടെസ്റ്റ് അടിക്കുന്നതിന് മുമ്പ് വെൽഡിങ്ങിന് കംപ്ലൈന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ണിലൂടെ അറിയുന്ന ആൾക്കാരാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെയും കൂടെ നിർത്താം. സൂപ്പർവൈസർക്ക് കൂടെ നിർത്താവുന്നതാണ് അസിസ്റ്റന്റ് ആയിട്ട് ഫോർമാന്മാരെ. അപ്പോൾ നല്ല രീതിയിൽ കറക്റ്റായിട്ട് എവിടെ എന്ത് തകരാറുണ്ട് സേഫ്റ്റി ഓഫീസർക്ക് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും. അപ്പൊ പിന്നീട് നമ്മൾ സംസാരിക്കുന്ന വെൽഡിംഗ് മെത്തേഡ്സ് ആസ് പെർ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഈ കറക്റ്റായിട്ട് എല്ലാ ഫീൽഡിലും ക്ലയന്റിന്റെ ഒരു മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് കാണും. പ്രത്യേകിച്ച് ഹോട്ട് വർക്കുകൾക്ക് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വെൽഡിങ്ങിന് ഇന്ന രീതിയിൽ വെൽഡ് ചെയ്യാവോ, ഇന്നതാണ് അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഇന്ന റെഗുലേഷൻസിൽ ഇന്ന റൂൾസ് അനുസരിച്ച് വേണം ചെയ്യാൻ. നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, അത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ തന്നെ ഏകദേശം 99.9% പക്ക വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വിതൗട്ട് എനി ടൈപ്സ് ഓഫ് റിസ്കിൽ നമുക്ക് 0 റിസ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ നോക്കുക. പിന്നുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോയിസണസ് ഗ്യാസസ് അല്ലെങ്കിൽ ടോക്സിക് ഗ്യാസസ് ഗാൽവനൈസ്ഡ് സിങ്കിനകത്തോ പെയിന്റിങ് ഉള്ള മെറ്റലിനകത്തോ, അതല്ലാതെ തന്നെ ഒരുപാട് തരം മെറ്റൽസ് ഉണ്ട്. SS മാത്രമല്ലല്ലോ, CSM, അങ്ങനെ ഒരുപാട് തരം മെറ്റൽസിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോയിസണസ് ഗ്യാസസ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. തുറന്ന സ്ഥലം. ഇനി അത്രത്തോളം എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എയർ കൊടുക്കണം. എക്സോസ്റ്റ് ഇൻടേക്കും ഫാൻ വെച്ച് കൊടുക്കണം. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫസ്റ്റ് എയ്ഡർ ഓതറൈസ്ഡ് ഫസ്റ്റ് എയ്ഡർ ആയിരിക്കണം. ഫസ്റ്റ് എയ്ഡർ അവിടെ കാണണം. ഇത് രണ്ടും ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ. പിന്നീട് ഉള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് വെൽഡേഴ്സിന് റെസ്റ്റ് വളരെ നിർബന്ധമാണ്. ടേക്കുകയോ വെക്കുകയൊക്കെ ചെയ്യുന്ന വെൽഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ
അത്രത്തോളം പോയിസണസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഹീറ്റ് എന്ന് പറയുന്നത് നെഞ്ചു പൊളിയുന്ന ചൂടാണ്. അപ്പോൾ ആ ചൂടൊക്കെ സഹിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ള റെസ്റ്റ്, ഡ്രിങ്കിങ് വാട്ടർ, ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫെസിലിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ അതും ഈ HSEയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെൽഫെയർ എന്ന് പറയുന്നത്. അത് നൽകേണ്ടത് നമ്മൾ ചോദിച്ച് മേടിച്ച് നൽകേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് വളരെ നീണ്ടതാണ്. അടുത്തത് വരുന്നത് നമ്മൾ ഈ സിലിണ്ടർ സേഫ്റ്റി. അപ്പോൾ അത് മാക്സിമം ഞാൻ കുറച്ചൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തെടുക്കാം. ജനറൽ ആയിട്ടുള്ള മാത്രം കാര്യം പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന ഒരു ടെസ്റ്റ് വന്നാലോ ഒരു ഇന്റർവ്യൂ വന്നാലോ നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ദെൻ താങ്ക് യു.